വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനെന്താ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനിന്നൊരു യാത്ര പോവാണ്, ഒരു സ്മോൾ വെക്കേഷൻ, മിനി വെക്കേഷന് പോവാണ്. ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. എവിടെയാണെന്നല്ലേ, ഞാൻ ആക്ച്വലി പോർച്ചുഗൽ ലിസ്ബണിലോട്ടാണ് പോകുന്നത്. 9:35 ഇന്ന് രാവിലെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഓൺ ദ വേ ടു എയർപോർട്ടാണ്. സിംബനെ ഞാൻ കൊണ്ടൊരു ഡോഗ് സിറ്ററിൻ്റെ അടുത്തൊക്കെ ആക്കി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. എയർപോർട്ടിൽ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാരണം ഹാൻഡ് ബാഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ഷെങ്കൻ സോണിലായിരുന്നുകൊണ്ട് ഇമിഗ്രേഷനും ഉണ്ടായിരുന്നില്ല. സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് പോയത് സ്വിസ് ചോക്ലേറ്റ്സ് മേടിക്കാനായിരുന്നു. അവിടെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ് ഒരുപാട് വെറൈറ്റീസ് ഇരിപ്പുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫിനോട് കുറേയൊക്കെ സംസാരിച്ച് ഞങ്ങളൊരു ചെറിയൊരു ബാഗ് മേടിച്ചു. ട്രാൻസിറ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സൂര്യൻ സ്വിറ്റ്സർലാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്രാവശ്യം പോർച്ചുഗലിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ട് സ്വിസ് ചോക്ലേറ്റ് കഴിക്കാണ്ട് എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ ആദ്യം തന്നെ പോയി സ്വിസ് ചോക്ലേറ്റ് മേടിച്ചു. ഒരു അസോർട്ടഡ് ബാഗ് ഓഫ് ചോക്ലേറ്റ്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആക്രാന്തം മുതൽ അത് പെട്ടെന്ന് തന്നെ കഴിച്ചു. ഞങ്ങളുടെ പോർച്ചുഗലിലോട്ടുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഡേ ആയി. ശരിക്കും ഹോട്ടലിൽ കഴിക്കുന്നത് കൊണ്ട് എയർപോർട്ടിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് കഴിക്കാൻ പറ്റില്ല. കഴിക്കണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു പോർച്ചുഗൽ എത്തിയിട്ട് കഴിക്കാൻ. പക്ഷേ വിഷമത്തിൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തു. ആക്ച്വലി അതൊരു നല്ല ഡിസിഷനായിട്ട് തോന്നി. ബിക്കോസ് എയർപോർട്ടിൽ ഞങ്ങൾ ബർഗർ കിങ്ങിൽ കയറിയപ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ ഒരു ബർഗർ സെറ്റാണ് ഞങ്ങൾ മേടിച്ചത്. എനിക്ക് തോന്നുന്നു 13 ഫ്രാങ്ക് ആയിരുന്നു സ്വിസ് കറൻസി. അറൗണ്ട് 13-14 euro ആണ്. പക്ഷേ ഞങ്ങൾ ബർഗർ കിങ്ങിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയ ബർഗറിന് തന്നെ 16 euros ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു നല്ല ഡിസിഷനായിട്ട് തോന്നി. എങ്ങനെയുണ്ട് ബർഗർ? കൊള്ളാമല്ലേ? ബീഫ് ബർഗർ പിന്നെ ഒരു കോഫിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോർച്ചുഗലിൽ ഫൈനലി വന്നെത്തി. പപ്പ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. ഇനി ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ പപ്പയെ കണ്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി. ഇവിടുത്തെ റോഡുകളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ പോകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഫുൾ പച്ചപ്പും ഹരിതാപയും മലയും കുന്നും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ട് ഇവിടുത്തെ സീ ഫുഡ് സെക്ഷൻ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. എന്തോരം വെറൈറ്റി ഐറ്റംസ്. പിന്നെ പോളണ്ടിൽ കണ്ടിട്ടില്ലാത്ത സാധനമായിരുന്നു ഈ ഉണക്ക ഇറച്ചിയുടെ ഒരു സെക്ഷൻ. പിന്നെ നമ്മുടെ നാട്ടിലെ സമൂസാസ് ഇവിടെ ചമൂച്ചാസ് ആയിട്ട് കിട്ടുന്നതാണ്. സെയിം ടേസ്റ്റ്. അങ്ങനെ ഡേ 1 ഇൻ പോർച്ചുഗലാണ്. ഞാൻ ഇന്നലെ ഇറങ്ങിയത് ലിസ്ബണിലായിരുന്നു. ലിസ്ബണിൽ പപ്പയുടെ കൂടെയാണ് സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഒരു ലൊക്കേഷനിൽ എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറിനെ കാണാനായിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകുന്ന വഴിയാണ്. ലേറിയ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. ഇവിടെ കാണാൻ നല്ല രസമാണ്. ഒരു അടിപൊളി കാസിലുണ്ട്, ബീച്ചും റിവറും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ്. ഈ ലേറിയ എന്ന് പറഞ്ഞ സിറ്റിയുടെ മെജോറിറ്റി ഭാഗമാണ് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാ കാണുന്നത്. യെസ്, ഞാൻ ആക്ച്വലി ഈ കാണുന്ന കാസിൽ കാണാനായിട്ട് വന്നതാണ്. ഈ ബാക്കിൽ കാണുന്ന ഈ കാസിൽ ഇരിക്കുന്നത് ഈ ഒരു സിറ്റിയുടെ നടുക്ക് ഒരു കുന്നിൻ്റെ മേളിലാണ്. അപ്പോൾ ഞാനൊരു കുന്നിൻ്റെ പകുതി കയറിയിട്ട് കാസിൽ ഓഫ് ലേറിയ ബിൽഡ് ചെയ്തത് 1135 കാലഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കാസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാസിലോട്ട് എൻട്രി ഫീ ഉണ്ട്. 2 euro പെർ പേഴ്സണാണ് വരുന്നത്. 25 വയസ്സിന് താഴെയാണെങ്കിൽ 1 യൂറോയേ ഉള്ളൂ. ഇവിടെ ശരിക്കും പഴയ കാസിലും ഉണ്ട്, പുതിയ കാസിലും ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയം അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് കിട്ടിയ തന്നെ പഴയ ടൂൾസും പാത്രങ്ങളും ഈവൻ ഫ്ലോറിങ് വരെ അവരെടുത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ഡ്രസ്സസും ജ്വല്ലറീസും എല്ലാം ഇവരിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും പണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അറബ് ഇൻവേഷൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ബിൽഡ് ചെയ്തൊരു കാസിലാണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഈ രാജാക്കന്മാരും രാജ്ഞിമാരും വന്നു പോവെങ്കിലും ഡീൻ ഡിനിസ് ആൻഡ് സാന്റബെല്ല എന്ന് പറഞ്ഞ രാജാവ് രാജ്ഞിയാണ് ഇവിടെ ഏറ്റവും കൂടുതലും താമസിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് ഇൻവേഷൻ്റെ സമയത്ത് ലേറിയ സിറ്റിയെ മൊത്തം ഡിസ്ട്രോയ് ചെയ്ത സമയത്തും ഈ ഒരു കാസിൽ കുറച്ചൊക്കെ റിമെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് അവർ റീകൺസ്ട്രക്ട് ചെയ്ത് ന്യൂ കാസിലായിട്ട് എടുത്തത്. പോർച്ചുഗീസ് ലഞ്ച് തന്നെയായിരുന്നു ലേറിയ സിറ്റിയിൽ നിന്ന് കഴിച്ചത്. പോർച്ചുഗീസ് ഗ്രിൽഡ് ചിക്കനും പോർച്ചുഗീസ് ലാമ്പും പിന്നെ കുറച്ച് സാലഡും അവിടുത്തെ ഫേമസ് ഡ്രിങ്കായ സാംഗ്രിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലീറോസ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ ബ്രദറുള്ള സ്ഥലം. ഇത് ആക്ച്വലി അറ്റ്ലാന്റിക് ഓഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ്.
ഇതൊരു ചെറിയ സിറ്റി ആട്ടോ, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സാറ്റർഡേ ഈവനിങ് ആയിട്ടും. ഇവിടെ കിഡ്സിനെ കുറച്ച് സേഫ്റ്റിക്കായിട്ട് ഇവർ ബീച്ചിൽ തന്നെ ഇതേപോലെ ഒരു ചെറിയൊരു പൂള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാൻ നേരെ പോയത് ഒരു ചൈനീസ് ബുഫേ റെസ്റ്റോറൻറ്റിലാണ്. 16 യൂറോയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ പറ്റും. നാട്ടിൽ ബുഫേ സിസ്റ്റം ഉണ്ടെങ്കിലും പോളണ്ടിൽ ഇത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോർച്ചുഗലിൽ ഒരുവിധം എല്ലാ സിറ്റീസിലും പോർച്ചുഗീസ് ആൻഡ് ചൈനീസ് ക്വിസീൻ ഇതേപോലത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആയി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പോർച്ചുഗലിൽ തന്നെ ഉള്ളൊരു ഫേമസ് പള്ളിയിലാണ്. ഫാത്തിമ മാതാ പള്ളി, അങ്ങനെയാണ്. ഇത് വേൾഡ് ഫേമസ് ഒരു പള്ളിയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പള്ളിയും അതിന് ചുറ്റുവട്ടമുള്ള ഏരിയ. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയപ്പെടുന്നത് മാതാവ് പണ്ട് കാലത്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ പള്ളിയും. ഇതൊരു പിൽഗ്രിം സ്ഥലമാണ്. ഭയങ്കര തിരക്കുണ്ട്. ആക്ച്വലി ഈ ബാക്കിൽ കാണുന്ന ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ഇവിടെ ഒരിടത്ത് പോയി മെഴുകുതിരി കത്തിക്കാൻ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തമിഴിലും ഹിന്ദിയിലൊക്കെ പ്രാർത്ഥനകൾ എഴുതിയിരിക്കുന്ന കാണാം, മലയാളത്തിലില്ലായിരുന്നു കേട്ടോ. ഇവിടെ 3-4 ചേർച്ച് തന്നെ ഈ ഒരു ചുറ്റളവിലുണ്ട്. പിന്നെ എക്സിബിഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, കടകളുണ്ട്, അക്കോമഡേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു പിൽഗ്രിമേജ് സ്ഥലമാണ്. ഇതാണ് മെയിൻ ചേർച്ച്. പിന്നെ ഈ കാണുന്ന മരത്തിനടിയിലാണ് പണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് കൊന്തയും മാസസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ ആ 2 സിറ്റിയൊക്കെ കണ്ട് തിരിച്ച് ലിസ്ബണിലോട്ട് പോവുകയാണ്. ബാക്കി പോർച്ചുഗൽ വിശേഷം പാർട്ട് 2 കാണാം. ബൈ ബൈ.